ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സുനിശ്ചിതമായ ഇടപെടലെ ഉറപ്പുവരുത്തുന്ന ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്തുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫസിനെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയോട് ചേർത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ഈശോയെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവുമായി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞുള്ള ഓരോ നിമിഷവും നമുക്ക് ആവശ്യമായ ഒരു ശ്രദ്ധ, എപ്പോഴും ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഉടമ്പടി പല ആൾക്കാർക്കും അനുഭവവേദ്യമാകാത്തതിൻ്റെ ഒരു കാരണം ജാഗ്രതയുടെ കുറവാണ്. കാരണം നമ്മൾ ഒരു വ്യക്തിയുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, അല്ലേ? ഉടമ്പടി അല്ലെങ്കിൽ അച്ഛനിടക്ക് പറയാറുള്ള ബെറിത്ത് റിലേഷൻ, ഉടമ്പടി നമ്മൾക്ക് എന്താണ് തരണത്? ദൈവമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കി തരികയാണ്. അതിനാണ് ബെറിത്ത് എന്ന് പറയണത്. ഹെബ്രായ ബൈബിളിലെ ഉടമ്പടിക്ക് പകരം പറയുന്ന വാക്ക് ബെറിത്ത് എന്നാണ്. നമ്മൾ ദൈവമായിട്ട് ഇപ്പോൾ എന്താ ചെയ്യണത്? ഒരു ബെറിത്ത് ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? റിലേഷനാണ്. അപ്പം നമ്മൾ ദൈവമായിട്ട് ഒരു റിലേഷനിൽ വരികയാണ്. അത് റിലേഷൻ്റെ പ്രഖ്യാപിതമായ രൂപം, അതിൻ്റെ ഒരു എന്താണ്, ഒരു സൈൻഡ് ഫോമാണിത്. പ്രിസ്ക്രൈബ്ഡ് സൈൻഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നമുക്ക് റിലേഷനിലാകാൻ വേണ്ടി ദൈവം തന്നെ മുൻകൈയെടുത്ത് നിശ്ചയിച്ചിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്രയോഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉടമ്പടി ചെയ്യുമ്പോൾ മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയുള്ള ദിവസങ്ങളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം നമ്മൾ ഓവറായിട്ട് വേറെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടും വേറെ ആൾക്കാരോട് ആവശ്യമില്ലാത്ത സംസാരിച്ചും ആവശ്യമില്ലാത്ത പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് ഡിസ്റ്റോർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ഇപ്പം നമുക്കൊരു വെള്ളത്തിൽ നമ്മൾ മുഖം കാണുന്നത് എങ്ങനെയാണ്? വെള്ളം നിശ്ചലമാകുമ്പോഴല്ലേ, അല്ലേ? ഏത് കുടത്തിൽ പോലും നമുക്ക് മുഖം കാണാൻ പറ്റും. കാര്യം അത് നിശ്ചലമാണ്. പക്ഷേ വെള്ളം ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മുടെ മുഖവും അതുപോലെ ഡിസ്റ്റോർട്ടഡായി പോകും. അപ്പം ഡിസ്റ്റർബൻസ്, ഡിസ്റ്റോർഷൻ, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയത്തെ കൊണ്ടുപോയി ഉടമ്പടിക്കാലത്ത് തലയിടരുത്, ഇല്ലേ? ആവശ്യമില്ലാത്ത, ഇപ്പോൾ അടുക്കളയിൽ തന്നെ ഒരു സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ അങ്കണത്ത് സംസാരം ഉണ്ടായി, ചില നമുക്കിഷ്ടപ്പെടാത്ത ആൾക്കാർ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വീട്ടിൽ വന്നു, അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് കൊണ്ടുപോയി വെറുതെ തല വെച്ച് കൊടുക്കരുത്. അത് ഉടമ്പടിയുടെ കാര്യം. നമ്മൾ വളരെ ശ്രദ്ധയോടെ ദൈവതിരുസന്നിധിയിൽ ഒരു ബയലാട്രൽ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഇത് ഇറ്റ്സ് നോട്ട് എ പ്രെയർ. ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു പ്രയോഗമാണ്. ദൈവവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. എന്താ കാര്യം എന്നറിയാവോ? ദൈവം ഉടമ്പടിയുടെ ഒരു പ്രോമിസ്, നമുക്കറിയാം ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസിലാണ്. ഉടമ്പടി ആകാശത്ത് നമ്മൾ എഴുതുകയല്ല, മറിച്ച് ഉടമ്പടിയിൽ പ്രിസ്ക്രൈബ്ഡ് പ്രോമിസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി നിലവിൽ വരുന്നത്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം. ഓരോ വിഷയം, ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് പ്രോമിസ് ഉണ്ട്, എന്നുവെച്ചാൽ വാഗ്ദാനമുണ്ട്. അതായത് അത് ആണ് നമ്മളിൽ പാലിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അത് അനുഗ്രഹമായിട്ട് മാറണത്.
അത് മനസ്സിലായി. അതായത് ദൈവം അനാദികാലം മുതലേ ഈ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ആത്മാവിൻ്റെ ആ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒറ്റ പ്രോമിസാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രോമിസിൻ്റെ ഉദ്ദേശം എന്താണ്? ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ശാരീരിക അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക. അതിലാണ് വീടുണ്ട്, വിവാഹമുണ്ട്, വഴിയുണ്ട്, ILTS ഉണ്ട്, വസ്തു വിൽപ്പന ഉണ്ട്, വസ്തു വാങ്ങലുണ്ട്. ഇതെല്ലാം ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്, ആധ്യാത്മികത. കാരണം ഈ കാലത്തിന് ശേഷവും വീണ്ടും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യമായി ജീവിക്കാൻ വേണ്ടി ഉള്ള സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ഉടമ്പടിയുണ്ട്. അതിനാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. തമ്മിൽ മനസ്സിലാക്കണം, ഈ ദൈവം എന്ത് ചെയ്താലും ഉടമ്പടി മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എയിം ഒന്ന് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഈ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, പിന്നെ വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ബേസിക്കായിട്ട് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. ആവശ്യങ്ങൾ നിറവേറ്റുക. ഈ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ വാതായനങ്ങൾ മുട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ നമുക്കിത് വിവേചിക്കാൻ പറ്റാതെ വരും. ഈ ആത്മാവിൻ്റെ തട്ടലുകളെ നമ്മൾ അറിയണത് മറ്റ് ലോകത്തിൻ്റെ അരൂപികളുടെ മുട്ടലും തട്ടലും കൂടുതലാണെങ്കിൽ ആത്മാവിൻ്റെ മുട്ടലെ വിവേചിക്കാൻ പാടായിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ഉടമ്പടിയുടെ റേഞ്ച് നോക്കുമ്പോൾ ആ സാക്ഷ്യം അത്ര വലിയ സാക്ഷ്യമാണോ എന്ന് ചിലപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം വരാം. പക്ഷേ സാക്ഷ്യം ഇതാണ്. ഒരു അഞ്ചു മാണി എന്ന് പറയുന്ന ഒരു മോള് ഒരു ഉടമ്പടി ചെയ്യണ മുമ്പ് ഇവളുടെ OIT പരീക്ഷയ്ക്ക് ഇവൾ പൊട്ടിപ്പോകും. സ്പീക്കിങ് ഭയങ്കര ഡിസാസ്ട്രസ് ആവും. അവൾ പറയുന്ന ഒരു 15 തെറ്റെങ്കിലും എൻ്റെ സംസാരത്തിലുണ്ടെന്ന്. എന്നിട്ട് അപ്പോൾ നമുക്കൊരു സ്പീക്കിംഗ് പോയല്ലോ ഓൾറെഡി. പിന്നെ എന്താ ചെയ്യണത്? ഇവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ പരിശുദ്ധാത്മ പറയും, നീ പൊട്ടിയിരിക്കുകയാണ് വ്യക്തമായിട്ടും, കണ്ടില്ലേ? അപ്പോൾ ഇനി വേറൊരു പരീക്ഷ എഴുതുകയാണ് നിൻ്റെ ഓപ്ഷനുള്ളത് നിനക്ക്. പക്ഷെ നീ ഇത് റീവാലുവേഷന് കൊടുത്താൽ മതി. അതാണ് പ്രശ്നം. അപ്പോൾ അഞ്ചു പറയണത്, ബുദ്ധിയും ബോധമുള്ളവൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. കാര്യം ഞാനാണല്ലോ സംസാരിച്ചത്, ഞാനല്ലേ സ്പീക്ക് ചെയ്തത്. അതിൻ്റെ അകത്ത് കുറേ അധികം മിസ്റ്റേക്കുണ്ട്. ബുദ്ധിയും ബോധമുള്ള മല്ലൊരു 7,500 രൂപ മുടക്കി റീവാലുവേഷൻ കൊടുക്കുമോ? പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു റീവാലുവേഷൻ കൊടുക്കാൻ. അവിടെ ബുദ്ധിയല്ല വർക്ക് ചെയ്യണത്. അവിടെ എന്താ വർക്ക് ചെയ്യണത്? വിശ്വാസമാണ് വർക്ക് ചെയ്യണത്. ബോധം പോലും അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഒരുപാട് ബുദ്ധിയും ബോധമുള്ളവൻ വെറുതെ 7,000 രൂപ മുടക്കിയിട്ട് അത് കൊടുക്കത്തില്ല. പക്ഷേ ഇവളുടെ ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് ഒരു ഇൻസ്പിറേഷനാണ്. നീ പരീക്ഷയല്ല എഴുതേണ്ടത്, പുതിയ പരീക്ഷയിൽ എഴുതേണ്ടത്, റീവാലുവേഷൻ കൊടുക്കുക. 40 പോയിൻ്റാണ് മറ്റേ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സംഭവത്തിന് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ 10-15 മിസ്റ്റേക്കാണ് സ്പീക്കിങ്ങിൽ വന്നിരിക്കുന്നത്. അതിനെന്ത് കിട്ടിക്കണേ? റീവാലുവേഷൻ കൊടുത്തപ്പോൾ എന്താ ഉള്ള മാർക്ക് കൂടി പോകേണ്ടത് ആ കണക്കിന്. പക്ഷേ ഇവൾക്ക് അമ്മ ഒരു 20 മാർക്ക് കൂടി ഇട്ടെടുത്തിട്ട് ശരിക്കും സ്കോറിൻ്റെ മെറിറ്റിൽ സ്കോർ ചെയ്ത് കളഞ്ഞു. അത്രയും വിഷയമാണ്. 20 മാർക്ക് കൂടി റീവാലുവേഷൻ. ഇത്രയും പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടും 20 മാർക്ക് കൂടി. അപ്പോഴേ അവൾ പറയണത് ശരിയാണ്, ബുദ്ധി അതിൻ്റെ അകത്തില്ല, ബോധമില്ല. പക്ഷേ എന്താ ഉള്ളത്? വിശ്വാസം. ഈ വിശ്വാസത്തിൽ എന്താ ചെയ്തിരിക്കണത്? ഈ പരീക്ഷ എഴുതണ്ട, മറിച്ച് റീവാലുവേഷൻ കൊടുത്താൽ മതി. അപ്പം അഞ്ചു എന്താ പറയണത്? ഇത് ബുദ്ധിയും ബോധമില്ലാത്ത വർത്തമാനമാണ്. എന്താ കാര്യം? എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ലോജിക്കില്ല. ചില കാര്യങ്ങൾക്ക് ലോജിക്ക് ഉണ്ടാകത്തില്ല. പിന്നെ എന്തുണ്ടാവും? ഫെയ്ത്ത് ഉണ്ടാവും. ഫെയ്ത്തും ലോജിക്കും ചില സമയത്ത് വഴിപിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഒരുമിച്ച് നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫെയ്ത്തും ലോജിക്കും തമ്മിൽ വല്ലപ്പോഴും കൂടത്തുള്ളൂ, എപ്പോഴും കൂടത്തില്ല. സയാമീൻ ചിരട്ടകളപ്പുറം നടക്കത്തില്ല. ഫെയ്ത്തിനെ ചില സമയത്ത് ലോജിക്ക് ഫെയ്ത്തിൻ്റെ
ഫെയ്ത്ത് ചിലപ്പോൾ ലോജിക്കിൻ്റെ മുമ്പിൽ കയറി നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ യുക്തിയുടെ മുമ്പിൽ കയറി വിശ്വാസം നടക്കും. ഇങ്ങനെ ചില സമയത്ത്. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് വിവേചിക്കാൻ പറ്റും. ഇത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇത് നിനക്ക് റീവാലുവേഷനുമാണ് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറസിസ്റ്റബിളായിട്ടുള്ള, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു ഉൾത്തള്ളൽ ഇങ്ങോട്ട് വരും. ഈ ഉൾത്തള്ളൽ ദൈവത്തിൻ്റെ ഒരു സ്വരമാണ്. ഇത് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ജാഗ്രത വേണം. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ജാഗ്രത ഇല്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ മെയിനായിട്ട് വരുന്ന ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം ജാഗ്രതയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി ഞാനും ദൈവവുമായി ഞാനും അങ്ങുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ഉടമ്പടി കാലങ്ങളിലെ അങ്ങയുടെ മനസ്സിലുള്ളത് എനിക്ക് പകർന്നു തരുമ്പോൾ ഗ്രഹിച്ചെടുക്കാനുള്ള ആത്മീയ ജാഗ്രതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, എങ്ങനെ വന്നതാണ്? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് വന്നതാണ്? ഇത് ഉടമ്പടി ചെയ്യുന്നവർ അറിയണം. കാര്യം ഇതൊരു ഓഫറിങ്ങിൻ്റെ ഭാഗമാണ്. ഈശ്വരം, ഇത് ദൈവത്തിൻ്റെ ഒരു ആദ്യകാലം മുതലേ ഉള്ള ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. എന്താണ്? നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, ദൈവം നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ പറയും, അച്ഛാ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയും. എന്താ? വിഷയം എടുക്കുന്നതിൽ കൺഫ്യൂഷൻ, ഗ്രൂപ്പ് എടുക്കുന്നതിൽ കൺഫ്യൂഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് സെലക്ഷൻ്റെ സമയമല്ലേ, അപ്പോൾ ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതിനെക്കുറിച്ച് ചിലർ പറഞ്ഞ് മാത്സ് എടുക്കണം, ചിലർ പറഞ്ഞ് കൊമേഴ്സ് എടുത്താൽ മതി, ഇപ്പോൾ BCom MBA അങ്ങനെ പോകാൻ നിനക്ക്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യം, ഓരോ കൂട്ടുകാരൊക്കെ ഓരോരോ വിഷയം പറയുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഒരു വിഷയം വരും, അപ്പോൾ കല്യാണം നടത്തണം, ആദ്യം കല്യാണം നടത്തണം, അതാ വീട് വെക്കണം, അതാ മകന് വിസയ്ക്ക് പൈസ കൊടുക്കണം, കൺഫ്യൂഷൻ. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷൻ എന്നുള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ വെയിറ്റേജുള്ള 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പ്രയോറിറ്റി അറിയാൻ പറ്റാത്ത അവസ്ഥ. ഒരേ വെയിറ്റേജുള്ള 3 കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ദൈവം അലോട്ട് ചെയ്തിരിക്കുന്നത്? ഒന്നാമത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ്. പല പരിശുദ്ധാത്മാവിൻ്റെ പല ജോലികളുണ്ട്. അതിലൊന്ന് കൺഫ്യൂഷൻ മാറ്റുകയാണ്. എന്താ കാര്യം? ഇപ്പം അതാണ് ബൈബിൾ പറയണത്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ. എന്താ വെച്ചാൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ല മനുഷ്യൻ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്താണ് വചനം? നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താ വചനം? ഐസയ 30:21. എന്താ വചനം? നീ എന്നിട്ട് ഏറ്റു പറഞ്ഞ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ഐസയാന്റെ കാലത്ത് നടക്കണ കാര്യമല്ല, ഇതൊരു പ്രസന്റ് കാര്യമാണ്. ഈ വചനത്തിന് ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാവോ? വചനം ഒരു എവർ പ്രസൻറ്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ പ്ലേസ്മെൻറ്റ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ഇസ് ഇൻ എവർ പ്രസൻസ്. എവർ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്രസൻസിലാണ് അത് വർക്ക് ചെയ്യണത്. അതിന് പാസ്റ്റില്ല വചനത്തിന്. എന്നുവെച്ചാൽ ഭൂതം ഒന്നും പറഞ്ഞൊരു ഡയമെൻഷനില്ല. പിന്നെന്താണ്? ചരിത്ര പുസ്തകങ്ങൾക്കെല്ലാം മനുഷ്യൻ്റെ വചനങ്ങൾക്കെല്ലാം ഭൂതമുണ്ട്, ഭാവിയുണ്ട്, പിന്നെ എന്താണ്? വർത്തമാനമുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് എവർ പ്രസൻറ്റിലാണ് നിൽക്കുന്നത്. ഈശോ എന്താ പറഞ്ഞത്? ആകാശം മാറിപ്പോകും. പറഞ്ഞേ, ആകാശം മാറിപ്പോകും, ഭൂമിയും കടന്നു പോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല. എന്താ കാര്യം? അത് എവർ പ്രസന്റിലാണ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം. ആകാശം മീൻസ് ആകാശത്തല്ലേ സൂര്യൻ നിൽക്കണത്. സൂര്യനെ ചുറ്റിട്ടല്ലേ ഗ്രഹങ്ങളൊക്കെ എല്ലാം സ്വയം കറങ്ങുകയും ഒക്കെ ചെയ്യണത്. ഇങ്ങനെ ടൈം ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ മെറ്റാഫിസിക്കൽ സബ്ജക്റ്റ് അല്ലേ? ടൈം എന്ന് പറയുന്നത് ഒരു ഫിസിക്സിൻ്റെ സബ്ജക്റ്റ് അല്ല. ഊർജ്ജം ഒരു ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണ്. പക്ഷേ ടൈം
ഒരു ഫിസിക്സിൻ്റെ സബ്ജക്റ്റ് അല്ല, അത് മെറ്റാഫിസിക്സിൻ്റെ സബ്ജക്റ്റാണ്. അതിന് അരിസ്റ്റോട്ടലാണ് പറയുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങൾ. എന്താണ് ടൈം? ഇറ്റ്സ് ദ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ഏകകമായിട്ടാണ് ഈ സമയം. ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനത്തിൻ്റെ ഏകകമായിട്ടാണ് സമയം വരുന്നത്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിൻ്റെ ചലനമെന്ന് പറയുന്നത്, ആകാശം എന്ന് പറഞ്ഞ ആ ടോട്ടാലിറ്റിയിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചലനം, ആകാശം കടന്നു പോകുന്ന പറയണത്. കടന്നു പോകും. കാലം ഇങ്ങനെ മാറി മാറി വരത്തില്ലേ? ഓരോരോ കാലം മാറത്തില്ലേ ഇല്ലേ? വർഷകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, കാലം മാറുകയാണ്. അപ്പോഴിങ്ങനെ ഈശോ പറഞ്ഞ ആകാശം മാറും, കാലം മാറും, പിന്നെന്താണ്? ഭൂമിയും കടന്നു പോകും, സമയം, സ്ഥലമൊക്കെ മാറും. സ്ഥലം മാറും. ഇപ്പം കർത്താവിൻ്റെ കാലത്ത് ഈ കലവൂരില്ല. എറാസ്തനസിൻ്റെ പഴയ ഭൂപടങ്ങൾ നോക്കിയാൽ ആലപ്പുഴ ഇല്ല അതിൻ്റെ അകത്ത്. കൊല്ലം മുതൽ മയ്യഴി വരെയുള്ള സ്ഥലങ്ങൾ വീതിയിൽ കരയില്ല. എറാസ്തനസിൻ്റെ കപ്പലോട്ടങ്ങൾ നടക്കുന്ന തൃപ്പൂണിത്തുറയിലാണ് കരയുള്ളത്. അതങ്ങനെ കോട്ടയം വഴി കുമരകം വഴിയാണ് പോണത് കടലേ. കോട്ടയം വഴിയാണ് കർത്താവിൻ്റെ കാലത്ത് 2000 കൊല്ലം മുമ്പ് ഇല്ല. അപ്പോൾ ഭൂമി മാറി. ആ 2000 കൊല്ലത്തിന് ശേഷമാണ് ഈ ഭൂമി വെച്ചിരിക്കണേ. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയും മാറുന്നതാണ്. ഇനി ചിലപ്പോൾ കടൽ എടുത്തുകൊണ്ട് പോയെന്ന് വരും തിരിച്ച്. ഉപഗ്രഹത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഈ പ്രദേശത്തുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ കടൽ കരയേക്കാൾ പൊങ്ങി നിന്നിട്ട് ഈ കരഭൂമികളെല്ലാം ഇങ്ങനെ തുണ്ട് തുണ്ടായിട്ട് എന്തോ പന്ത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കണ പോലെ തോന്നുന്നുണ്ട്. കടൽ ചെറുതായിട്ടൊന്ന് 1 മീറ്റർ 2 മീറ്റർ പൊങ്ങുകയാണെങ്കിൽ ആലപ്പുഴ കാര്യത്തൊരു തീരുമാനമാവും. കൊച്ചി അപ്പളേ പോകും, ആദ്യമേ പോകും. ഭൂമികൾ പോകാൻ സാധ്യതയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഭൂമികൾ പോകും, ആകാശം പോകും, സമയം. എന്നുവെച്ചാൽ ഈശോ എന്താ ഉദ്ദേശിച്ചത്? കാലം ദേശവും 2 കാര്യങ്ങളിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. എന്ത് സംഭവങ്ങൾ നടന്നാലും കാലത്തിൽ നടക്കും, ദേശത്തിൽ നടക്കും. ഈ ദേശം പോകും, പിന്നെന്താണ്? കാലവും പോകും. ഇപ്പം എന്ത് പറ്റും? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ വചനങ്ങളെന്ന് പറയുമ്പോൾ കാലദേശബന്ധിയായിട്ടല്ല നിൽക്കണത്. കാര്യം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇപ്പം ലൂക്കാൻ്റെ സുവിശേഷം, ആകാശം കടന്നു പോകും, ആകാശം കടന്നു പോകും, ആകാശം മാറും, ആകാശം മാറും, ഭൂമിയും മാറും, ഭൂമിയും മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയില്ല, മാറ്റമുണ്ടാവുകയില്ല. അപ്പോഴേ ടൈം ആൻഡ് പ്ലേസിലല്ല വചനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടൈം ആൻഡ് പ്ലേസ്, ദേശവും കാലവും മാറിക്കൊണ്ടിരിക്കും, പക്ഷേ വചനത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. വചനം നമ്മളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം കാലത്തിനും ദേശത്തിനും അതീതനാണ്. ദൈവത്തിൻ്റെ വാക്കുകളും ഉടമ്പടി കാലത്തിന് ശേഷം വരുന്ന തോന്നലുകളെ നമ്മൾ പ്രാർത്ഥനാപൂർവം വിവേചിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്തൊരു ബാങ്കാണ്. 3 പ്രാവശ്യം അവിടെ ചെന്ന് അവർ റിജക്റ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് ലോൺ കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അതിൽ ജപ്തി നടപടിയിലേക്ക് അവർ പോകണമെന്ന് ഉറപ്പായി. രണ്ട് വിഷയത്തിലാണ് ആൾക്കാർ പോകുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് നിന്നോട് പിന്നെയും പറയും, നീ അയാളുടെ ആ ബാങ്കിലേക്ക് തന്നെ ചെല്ലാൻ പറയും. അപ്പോൾ നീ പറയും, ഞാൻ പോകത്തില്ല, എന്നെ അവിടുന്ന് ആട്ടി ഓടിച്ചാണ്, അവർക്ക് ഭ്രാന്താണെന്ന് ചോദിക്കും. ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ച് എന്നെ ചമ്മിച്ചാൽ എനിക്ക് പിന്നെ ദേഷ്യം വരും, ഞാൻ പോകത്തില്ലെന്ന് പറയും. പക്ഷേ നിനക്ക് ഉള്ളിൽ അങ്ങനെ തോന്നി, അപ്രതിരോധ്യമായിട്ട് തോന്നിയാൽ യു ഷുഡ് ഗോ. എന്താ കാര്യം? കർത്താവിൻ്റെ ഒരു രീതി അനുസരിച്ച് ശത്രുക്കൾ കാണിക്കെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി. വിരുന്ന് കർത്താവിന് ആടെ മുമ്പിൽ ഒരുക്കാൻ പറ്റും. ഇത് പരിശുദ്ധാത്മാവിൽ വിവേചിക്കാതെ മാത്രമേ നിനക്ക് ഇതിൻ്റെ മധുരം നുകരാൻ പറ്റത്തുള്ളൂ. വചനം ബേസിക്കായിട്ട് സ്വീറ്റാണ്. വചനം ബേസിക്കായിട്ട് സ്വീറ്റാണ്. കാര്യം നമ്മൾക്ക് ഇപ്പോൾ നമ്മളോട് വളരെ ഹാർഷായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വിചാരിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണം, നീ അയാളോട് ചെന്ന് അയാളുമായിട്ട് അനുരഞ്ജനപ്പെടൂ. അപ്പം നീ പറയും, ഞാൻ പോകത്തില്ല. കാര്യം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അയാളാണ് മേക്കിട്ട് കയറി എൻ്റെ തന്തക്കുവരെ വിളിച്ചിരിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ട്. ലോകാരൂപി നീയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടും. നീ ലോകാരൂപിക്ക് കീഴ്പ്പെടരുത്.
പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നിൽ ജയിക്കേണ്ടത് ആരാണ്? യേശുവാണ് ജയിക്കേണ്ടത്. യേശുവിനെ ജയിപ്പിക്കാൻ തുടങ്ങുന്നിടത്ത് വെച്ച് ഉടമ്പടി ജയിക്കാൻ തുടങ്ങും. അതാണ് സംഭവം. കാര്യം വെച്ചാൽ യേശുവിന് നിന്നോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പഴുത് കിട്ടി കഴിഞ്ഞാൽ, മറ്റ് സ്വരങ്ങളെല്ലാം സബ്സൈഡായി കഴിഞ്ഞാൽ നിൻ്റെ യേശു പറയണം നിനക്ക് കേൾക്കാം. അപ്പോൾ എല്ലാത്തിനും മറുപടിയുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ് നിൻ്റെ അതായത് ഇപ്പം നമ്മൾ വായിച്ച വചനം 30:21 അയച്ചയ അല്ലേ? എന്താണ്? നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക, ഇതിലേ പോകുക. അപ്പൊ എല്ലാം നീ അത് തന്നെയല്ലേ? ആ വചനം തന്നെയല്ലേ സങ്കീർത്തനം 32:8 എന്താ പറയണത്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കും, ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പോൾ വഴി പോകേണ്ട വഴി. ഇപ്പം നിനക്ക് ഒരു ചെറിയ പറയും, അച്ഛാ ഒരു എത്തും പിടിയും കിട്ടണില്ല എന്ന് പറയും. ഒരു എത്തിയും പിടിയും കിട്ടില്ല. കടങ്ങൾ ഓർക്കുമ്പോൾ ഒരു എത്തിയും പിടിയും കിട്ടണില്ല. പിന്നെ ഈ രോഗം തന്നെ പലരാണ്. ചിലർ ആയുർവേദത്തിൽ പോകാൻ പറയും, ചിലർ പറയും ആയുർവേദത്തിൽ പോയിട്ട് പിന്നെ കുറേ സമയമൊക്കെ എടുക്കുമായിരിക്കും എന്ന് പറയും. ചിലർ പറയും ഇംഗ്ലീഷിൽ പോകുക, ഓപ്പറേഷൻ, ചിലപ്പോൾ ഓപ്പറേഷനല്ലേ ഉള്ളൂ, അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഓപ്പറേഷനല്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആൾക്കാർ പറഞ്ഞ് കൺഫ്യൂഷനായി കളയും. ഓരോരോ വിഷയത്തിലും കൺഫ്യൂഷൻ, എല്ലാ വിഷയത്തിലും കൺഫ്യൂഷനാണല്ലോ. കാര്യം ഇപ്പം ആൾക്കാർക്കെല്ലാം ഭയങ്കര അറിവായത് കാരണം ഈ അറിവ് ഉള്ള ആൾക്കാരെല്ലാം കൂടി അറിവും ചുമന്നുകൊണ്ട് ആവശ്യക്കാരൻ്റെ പെടലിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് അറിവുകളെല്ലാം. അതോട് ഇപ്പം കൺഫ്യൂഷനായി പോകും. മനസ്സിലായ? നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വേസ്റ്റ് കൂന കാണത്തില്ലേ? അതുപോലെയാണ് ഒരു വിഷയം ഉണ്ടായ ആൾക്കാർക്ക് അഭിപ്രായത്തിൻ്റെ വേസ്റ്റ് കൂനകൾ നമുക്ക് ചുറ്റും കൂടും. ചിലർ പറയാൻ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾ ആദ്യം ആസ്ട്രേലിയയിൽ പോകും, അവിടെ നിന്ന് ന്യൂസിലൻഡിലേക്ക് പോകാൻ പറയും. ചിലർ പറയാം അത് അവിടെ IELTS എഴുതാൻ പോകാനുള്ള വഴിയുണ്ടെന്ന് പറയും. ഇപ്പം ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ കറങ്ങി നടക്കും 6 മാസം. ഉടമ്പടി എടുക്കുമ്പോൾ നീ ശ്രദ്ധ വേണമെന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. ഉടമ്പടി എടുക്കുമ്പോൾ ഓരോരോ അഭിപ്രായം കേട്ട് കറങ്ങരുത്, മറിച്ച് കർത്താവിൽ നിന്നെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവും. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോകാൻ പറയും. പിന്നിൽ നിന്ന് കേൾക്കുന്ന സ്വരത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നന്മയുടെ സ്വരമായിരിക്കും, കാരുണ്യത്തിൻ്റെ സ്വരമായിരിക്കും. അത് മെരിറ്റിലല്ല പിന്നിലുള്ള വഴി വർക്ക് ചെയ്യണത്. പിന്നിലുള്ള വഴി ഉപദേശിക്കപ്പെടുമ്പോൾ അതിന് മെരിറ്റ് ഉണ്ടാകത്തില്ല ഒരിക്കലും. അവൾ പറഞ്ഞു കേട്ടില്ലേ, ബുദ്ധിയും ബോധമുള്ളവരും വല്ലവരും. അഞ്ചു എന്താ പറഞ്ഞത്? ബുദ്ധിയും ബോധമുള്ളവർ വല്ലവരും തോറ്റ പരീക്ഷയ്ക്ക് റീവാലുവേഷൻ കൊടുക്കുമോ? പക്ഷേ കർത്താവ് എന്നോട് കൊടുക്കാൻ പറഞ്ഞു. എന്താ പറയുക? പിന്നിലുള്ള സ്വരമാണത്. പിന്നിലുള്ള സ്വരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് മെരിറ്റ് ഉണ്ടാകത്തില്ല, ലോജിക്ക് ആയിരിക്കത്തില്ല. അത് എന്താ കാര്യം? പിന്നിലുള്ള സ്വരം ആദ്യം കേട്ടത് ദാവീദാണ്. ദാവീദ് എന്താ പറഞ്ഞത്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ അനുഗമിക്കും. മനസ്സിലായില്ലേ? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും. പിന്നിൽ നിന്ന് വരണത് കാരുണ്യത്തിൻ്റെ സ്വരമായിരിക്കും. കാരുണ്യം വർക്ക് ചെയ്യേണ്ടത് മെരിറ്റിലല്ലോ. എന്തിനാണ് അയാൾ അങ്ങനെ പറയണത്? ഇപ്പം സങ്കീർത്തനം 23:5 എന്താ പറയണത്? ജീവിതകാലം മുഴുവൻ, പറഞ്ഞേ, ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ അനുഗമിക്കുമെന്നാണ്. അപ്പോൾ പുറകിലാണ് നിൽക്കണത്. അപ്പോൾ നമുക്ക് അനുഗമിക്കുമെന്ന് പറയുന്നത്, പിന്തുടരുമെന്ന് പറയുന്നത് എന്തായാലും X or Y പുറകിലാണ്. പിന്നിൽ നിന്നാണ് ഈ സ്വരം വരണത്. പിന്നിൽ നിന്ന് വരുന്ന സ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നിൽ നിന്ന് വരുന്ന ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്ന് പറയുന്നത്. നന്മയുടെ സ്വരമാണ്, കാരുണ്യത്തിൻ്റെ സ്വരമാണ്. കാരുണ്യത്തിൻ്റെ സ്വരമാണെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മെരിറ്റ് അവിടെ വെച്ച് പോവുകയാണ്. നിൻ്റെ മെരിറ്റിലല്ല അത് വർക്ക് ചെയ്യണത്, യോഗ്യതയാലല്ല. കാരുണ്യം വരുന്ന യോഗ്യതയാലല്ലോ, യോഗ്യതയല്ല. കാര്യം ബൈബിൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യണത് നന്നായിട്ട് വർക്ക്. ഇപ്പോൾ ചന്ദ്രനെ എപ്പോഴും കാണാൻ പറ്റണത് എപ്പോഴാണ്? ചന്ദ്രനെ എപ്പോഴും കാണാൻ പറ്റണത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കുമ്പോഴല്ലേ? ഇല്ലേ? അതാണ് സംഭവം. ചന്ദ്രൻ അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ കക്ഷിയെ കാണാൻ പറ്റുന്ന പരുവത്തിലാകുകയാണ്. അപ്പം മെരിറ്റ് പോകുമ്പോഴാണ്, അതായത് ആ കാഴ്ചയുടെ മെരിട്ടെന്ന് പറയണത് വെയിൽ കുറയുക, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരുമ്പോൾ ചന്ദ്രനെ കാണാൻ പറ്റും. ഇതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് വരണത്
മെരിറ്റ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേസിൻ്റെ കാലമായെന്ന് പിടിയാവും. ബൈബിൾ വർക്ക് ചെയ്യണ 2 ഫോർമാറ്റിലാണ്. പക്ഷേ അത് ബൈബിള് എംഫസിസ് ചെയ്യണത് ഗ്രേസിലാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞത്. എല്ലാ ധ്യാനത്തിലും ഞാനത് പറയും. അതിൻ്റെ കാര്യം ഇതിലാണിത് വർക്ക് ചെയ്യണത്. എഫേസ്യസ് 2:8 വർക്ക് ചെയ്യണത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പം നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മെറിറ്റിൻ്റെ പ്രശ്നമാണ്. മറിച്ച് നിങ്ങളിതിനെ ഈ മെറിറ്റിൻ്റെ വിഷയങ്ങളെ ഗ്രേസിൻ്റെ വിഷയങ്ങളായിട്ട് ലോകൃതത്തിൽ കൺവേർഷൻ ചെയ്യണ പോലെയാണ്. അതായത് ഇതിനകത്ത് മെറിറ്റിൻ്റെ വിഷയങ്ങളെ ഗ്രേസിൻ്റെ വിഷയമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിൻ്റെ വിഷയത്തെ യോഗ്യത മൂലം കിട്ടാവുന്ന കാര്യങ്ങൾ അത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ യോഗ്യത പമ്മണത് കാണാം, കയറത്തില്ല. ചില കയറ്റം വണ്ടി കയറത്തില്ലല്ലോ. ഇപ്പം ജീപ്പൊക്കെ ചിലയിടത്ത് പോകത്തില്ലല്ലോ, ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഹൈ റേഞ്ചിൽ ജീപ്പ് പോയിക്കണേ? ചിലയിടത്ത് കാറ് കയറാത്ത കൊണ്ടാണ്. ഇപ്പോഴത്തെ കാറൊക്കെ കയറും, പുതിയ കാറൊക്കെല്ലാം കയറുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജീപ്പ്, അതുപോലെ തന്നെ ചില മൗണ്ടനറിങ് പോകുന്ന കുഞ്ഞു വാഹനങ്ങളുണ്ട്. കാര്യം മേലോട്ട് പോയാൽ താഴേക്ക് വരാത്ത രീതിയിൽ കടിച്ച് കയറിപ്പോണ സംഭവം. ഇതുപോലെ ഒരു വിഷയമാണത്. അതായത് നമ്മുടെ മെറിറ്റ് തീർന്നാൽ പിന്നെ ഈ സംഭവം മുന്നോട്ട് പോകണ ഗ്രേസിലേ പോകത്തുള്ളൂ. ചില ആൾക്കാർ അറ്റം വരെ വിശ്വസിക്കും. മരിക്കുമെന്ന് കണ്ടാലും അറിയിക്കാണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും ചില ആൾക്കാർ അറിയിക്കാതെ വെച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? കർത്താവ് ഒരു തീരുമാനം പറയും. അതാണ് സംഭവം. ഡോക്ടർമാർക്കറിയാവില്ല, അവർ സയൻറ്റിഫിക്കായിട്ടല്ല കാര്യങ്ങൾ ചെയ്യണത്. ഈ വിശ്വാസത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് സയൻസിൻ്റെ മുകളിലുള്ള വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞ മെറ്റാഫിസിക്സ് അല്ലേ ഇത്. വിശ്വാസത്തിൻ്റെ വിഷയം ഫിസിക്സ് അല്ലല്ല, അല്ലെങ്കിൽ അനാട്ടമി അല്ല. അതിന് ആ അനാട്ടമി ഉണ്ടാക്കിയ ആളിൻ്റെ കുറിച്ചുള്ള അറിവുകളാണ് വിശ്വാസത്തിലുള്ളത്. അനാട്ടമി സെറ്റ് ചെയ്തിരിക്കുന്ന ആളില്ലേ, ആ ആൾ അതുണ്ടാക്കിയ ആ ആളിൻ്റെ അറിവിനെക്കുറിച്ചാണ് വിശ്വാസം സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബൈബിളിൽ ഒത്തിരിയേറെ ഫോർമുല ഉണ്ട്. അതിലൊന്നാണ് ഉടമ്പടിയിലുള്ള ഫോർമുല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഒന്ന് പറഞ്ഞാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, നിൻ്റെ യോഗ്യത കൊണ്ട് എങ്ങനെ പോക്കണം എന്നതിനെക്കുറിച്ച് സാധാരണ ഫിസിക്കൽ സയൻസിൽ ഇല്ലാത്ത കുറേ ഫോർമുല കർത്താവിൻ്റെ വചനത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. അവരുടെ പേര് ലില്ലിക്കുട്ടിയാണ്, കൊല്ലം ലില്ലിക്കുട്ടി. നല്ല സാക്ഷ്യമാണ്. എന്നുവെച്ചാൽ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രദറും കൂടി ഡൽഹിയിൽ താമസിക്കുകയാണ്. കൊല്ലത്തുകാരത്തിയാണ്, ഡൽഹി താമസിക്കുക. അപ്പോൾ ആങ്ങളയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഈ പെങ്ങൾ ഒറ്റക്ക മുറിയിൽ. അപ്പോൾ അവൾക്ക് പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവൾ ഒരു കൂട്ടുകാരത്തി ആ ഫ്ലാറ്റിലുണ്ട്, അവരുടെ കൂടെ പോയി രാത്രി ഉറങ്ങും. ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ഞെട്ടി വിറച്ച്, പിന്നെ ബോധം പോയി, പിന്നെ പിച്ചുമ്പയും പറയാൻ തുടങ്ങി, പിന്നെ സൈക്കാട്രിയുടെ എല്ലാ ലക്ഷണവും, സൈക്കോയുടെ എല്ലാ ലക്ഷണവും കാണിക്കാൻ തുടങ്ങി. അവരെ പിന്നെ സൈക്കാട്രി കൊണ്ടുപോയി. അവർ പിന്നെ അതിൽ മെഡിസിൻ എടുക്കാൻ തുടങ്ങി. മെഡിസിൻ എടുക്കണതൊക്കെയാണ് സൈക്കാട്രി. ഈ ലേഡി മെഡിസിൻ എടുക്കണത് ഇപ്പം 26 കൊല്ലമായി മെഡിസിൻ എടുക്കുകയാണ്. സി നോട്ട് ദ പോയിൻറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ സൈക്കാട്രിക്ക് ഒന്നും ചെയ്യാനില്ല. കണ്ടല്ലേ, ഇവിടെ ഒന്നും ചെയ്യാനില്ല. 26 കൊല്ലമായിട്ട് അവർ മെഡിസിൻ എടുക്കുകയാണ്. അവർ ലൈഫ് പോയി. ഈ 26 കൊല്ലമായിട്ട് പ്രഖ്യാപിത വട്ടായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ചിലർ പറയും പിശാച് ബാധിക്കുക, ചിലർ പറയും വട്ടാണെന്ന് പറയും, ചിലർ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ പോവുകയാണ്. കാണുന്നവർക്ക് സഹതാപമല്ലാതെ വേറെ എന്താ ഉണ്ടാകണം? ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. 26 കൊല്ലം മരുന്ന് കഴിക്കുകയാണ്.
മരുന്ന് കഴിച്ചിട്ട് ആ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മരുന്ന് ഏൽക്കണില്ല, ടാബ്ലറ്റ്സ് ഒന്നും ഏൽക്കണില്ല. അതിന് പകരം ഇവർ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയം സാധനം ഇതാണ്. 2 മേഖലയാണെന്ന് അച്ഛൻ പറയണത്. ഫിസിക്സും മെറ്റാഫിസിക്സും 2 മേഖലയാണ്, ലോജിക്കും ഫെയ്ത്തും 2 മേഖലയാണെന്ന് പറഞ്ഞ കാര്യം. ലോജിക്ക് യുക്തി പരാജയപ്പെടുന്നിടത്ത് വെച്ച് വിശ്വാസം ജയിക്കും. പക്ഷേ വിശ്വാസം ജയിക്കണമെങ്കിൽ നമ്മൾ ഗ്രേസ് ഫീൽഡിലായിരിക്കണം. വെറുതെ വിശ്വാസം ജയിക്കത്തില്ല. വി മസ്റ്റ് ബി ഇൻ ദ ഫീൽഡ് ഓഫ് ഗ്രേസ്. ഉടമ്പടിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളെ ഗ്രേസ് ഫീൽഡ് നിങ്ങൾക്ക് ഒരു ഗ്രേസ് ഫീൽഡ് അത് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു പ്രസാദപരത്തിൻ്റെ ഒരു മേഖല മേഖലയിലേക്ക് നിങ്ങളെ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഉടമ്പടിക്ക് ആശ്രയം. ഇവർക്ക് ഹിഡിനെസ് ഉണ്ട്, ഡിപ്രഷനുണ്ട്, എല്ലാ പരിപാടിയും എല്ലാ പണ്ടാരമുണ്ട്. മാനസിക രോഗികൾക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഇവർക്കുണ്ട്. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡി ചീർക്കുന്നു, പിന്നെ ഹിഡിനെസ്, ആരോടധികം കോണ്ടാക്റ്റ് ഇല്ല, ഇൻട്രോവർട്ട്, പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളാണ്. പക്ഷേ ഉടമ്പടിക്ക് ആശ്രയം എടുത്തിട്ട് പിറ്റേ ദിവസം ഉടമ്പടി ആശ്രയം എടുത്തിട്ട് ഇവർ കൊന്തയിൽ അവർക്കങ്ങനെ തോന്നി. അത് തോന്നൽ കണ്ട പിറ്റേ ദിവസം ഉടമ്പടി എടുക്കാൻ പോയി. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്താ സംഭവിക്കണത്? പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഒരു സ്വരം ഇവർ കേൾക്കുകയാണ്. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവരെന്താ സ്വരം കേട്ടത്? ഇവർ ഓർത്തത് ആ ഉടമ്പടി ആശ്രയം എടുത്ത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക. സിമ്പിളായിട്ടൊക്കെ സ്വരം, ഒരു തോന്നലാണത്. ആ ഉടമ്പടി ആശ്രയം എടുത്തിട്ട് അത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക. ഇവർ കഴുത്തിലിട്ടതായിട്ട് അവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ സംഭവിക്കണത് കഴുത്തിലിട്ടതും പെട്ടെന്ന് പെട്ടസ് തല്ലി ഒരു പവർ ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതോടുകൂടി ഇവർ ഓക്കെയാവും. പെട്ടെന്ന് സംഭവം. അവർ സാക്ഷ്യം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിട്ടുണ്ട്, സാക്ഷിയിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? അതായത് ഉടമ്പടിക്ക് ആശ്രയം ശരീരത്തിൽ തൊട്ടതും പെട്ടെന്നൊരു ശക്തി എന്നെ പറിച്ചോണ്ടെന്ന രീതിയിൽ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. 26 കൊല്ലത്തിന് ശേഷം ആ സ്ത്രീ സൗഖ്യപ്പെടി വിടുതൽ പ്രാപിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഒരു പോസ്റ്റ് ഉടമ്പടി പീരീഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കണത് അല്ലേ? പോസ്റ്റ് ഉടമ്പടി പീരീഡുകൾ, കവനന്റ് പീരീഡ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന മനോമണ്ഡലങ്ങളിൽ തെളിയുന്ന ഓരോ അണ്ണനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കാര്യം നിൻ്റെ രക്ഷയുടെ മാർഗമാണ്. അത് നിൻ്റെ മെരിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ്. പിന്നിലുള്ള സ്വരമാണ് 23:5. നമ്മൾ 30:21 ഐസയ 30:21 നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നീ ചെന്ന് പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴേ കർത്താവിൻ്റെ സ്വരം കേൾക്കും. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ്? ആ പിന്നിൽ നിന്ന് വരുന്ന സ്വരം എന്താണെന്നാണ് പറയണത്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും നിൻ്റെ പിന്നാലെ വരും. മനസ്സിലായില്ലേ? ആ വചനം അതല്ലേ? പിന്നിൽ നിന്ന് വരണത് എന്താണ്? പിന്നിൽ നിന്ന് വരണത് എന്താണ്? നന്മയും കാരുണ്യമാണ്. ഇടയന്മാരുടെ പട്ടികളെക്കുറിച്ചാണ് ഈ പറയണത്. ഇടയന്മാർക്ക് 2 വേട്ടനായ്ക്കളുണ്ടാവുമല്ലോ. ഇടയന്മാർ മുമ്പേ പോകുമ്പോൾ ആടുകൾ പുറകെ നിൽക്കുന്നു. ആടുകൾക്ക് പുറകിൽ 2 വേട്ടനായ്ക്കളുണ്ടാവും. ഈ വേട്ടനായ്ക്കളെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. വേട്ടനായ്ക്കളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രെയിൻഡ് ഡോഗ്സാണ് അവരെ പുലി, കടുവ, അങ്ങനെ ചെന്നായി ഇതുപോലെയുള്ള ആടിനെ ആക്രമിക്കാൻ വരുന്ന സാധനങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് വേട്ടനായ്ക്കളുള്ളത്. വേട്ടനായ്ക്കളുടെ പ്രത്യേകത ഇവർ പിന്നിൽ നിന്നാണ് നിൽക്കുന്നത്. നടക്കുമ്പോൾ അപകടമില്ലാത്ത കാലത്ത് ഇവർ പിന്നിൽ നിൽക്കും. ഇടയിൽ മുമ്പേ നടക്കും ആടുകൾ, അതിൻ്റെ പുറകെ 2 വേട്ടനായ്ക്കൾ. അതാണ് ബൈബിളിൽ നന്മയും കാരുണ്യവും എന്ന് പറയണത്. ഒരു വേട്ടനായ്ക്ക് നന്മയെന്നാണ് ദാവീദ് പേരിട്ടിരിക്കുന്നത്. അടുത്ത വേട്ടനായ്ക്ക് കാരുണ്യമെന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ വേട്ടനായുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇടയ്ക്ക് പ്രശ്നങ്ങൾ, നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ കൂടുകയാണ്. കടുവയുടെ മണം കേൾക്കുക, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മുരളിച്ച കേൾക്കുക, അല്ലെങ്കിൽ ചെന്നായുടെ നിഴലോടുക, അങ്ങനെ കാണുമ്പോഴേ വേട്ടനായ്ക്കൾ ഒരു പരിപാടി ചെയ്യും. എന്താണ്? ഇടത്ത് നിൽക്കുന്നവൻ, അതായത് വലത്ത് നിൽക്കുന്ന വലത്തോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരും.
ഇവിടെ ഈ ഇടത്ത് നിൽക്കുന്നവൻ ഇടത്തോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞു വരും. എന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ട് നായ്ക്കൾ കൂടി ഈ ആടിന് ചുറ്റും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ഈസ് സംരക്ഷണം എന്നാണ്. സംരക്ഷണമാണിത് വിഷയം. നമ്മൾ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും നമ്മളെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ്? പ്രൊട്ടക്ഷൻ പോണതല്ലേ. വെട്ടനായ്ക്കൾ ചത്തു പോണതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ലവ് ജിഹാദ് വന്ന് നിങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ച് വളർന്ന് കൊണ്ടുവന്ന ബെമ്മകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു മയം നോക്കി കാണുമ്പോൾ അവൻ്റെ കൂടെ ഇതിൻ്റെ പ്രമാണം അടിച്ചുകൊണ്ട് പോണത് എന്താ സായം? യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ. വൈ യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നിൽക്കുന്നത്? ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഞങ്ങൾ നിങ്ങളോട് കുടുംബ പ്രാർത്ഥന വേണം, കുഞ്ഞുങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കണം, മാതാപിതാക്കന്മാർ ദുർമാതൃകയല്ലാതെ നല്ല ജീവിതമാതൃക കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ നിങ്ങളോട് പറയണത്? അങ്ങനെ നിങ്ങൾ കാണിക്കുന്നതുകൊണ്ട് വല്ല ആനക്കാര്യമാണെന്നല്ല പറയണത്. നിങ്ങൾ ഒരു സംരക്ഷണം മതിൽ തീർക്കുകയാണ് നിങ്ങൾക്ക് മക്കൾക്ക് ചുറ്റും. സംരക്ഷണം മതിൽ തീർക്കുകയാണ്. കാര്യം ഈ വെട്ടനായ്ക്കളെന്ന് പറയുന്ന നന്മയും കാരുണ്യവും എന്ന് പറയണത് ഈ ആടുകൾക്ക് ചുറ്റും ഇടയിനെയും കവർ ചെയ്തുകൊണ്ട് ഇടത്തും വലത്തും ക്ലോക്ക് ബേസിലും ആൻറ്റി ക്ലോക്ക് ബേസിലും ഇങ്ങനെ കറങ്ങി സംരക്ഷിക്കുന്ന സംഭവമാണ്. അതായത് നിൻ്റെ സ്ഥാവരജംഗം വസ്തുക്കൾക്കും നിൻ്റെ ആധ്യാത്മിക മേഖലകൾക്കും ദൈവം അനാദികാലം മുതലേ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സംരക്ഷണമാണ്. യു മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് അറ്റ് എനി കാസ്റ്റ്. എന്ത് വില കൊടുത്തുകൊണ്ടും എൻ്റെ ജനം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ദൈവപിതാവിൻ്റെ മനസ്സിൻ്റെ അവസാനത്തെ വാക്കാണ് യേശു ക്രിസ്തു. കൈയിടിച്ച് കിടത്ത അത് ലുക്കാ 21:34. എന്താണ്? ആകാശം കടന്നു പോകും, ഭൂമിയും മാറിപ്പോവും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തിലല്ല, അത് ഭൂതകാലത്തിലല്ല എന്നാണ്. ഇപ്പം ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? ശക്തന് ഉടമ്പടി കഴിഞ്ഞപ്പോൾ ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ നിന്നോട് കൂടെ വരും. അതാണ് ജോഷുവ 1:9. ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ നിന്നോട് കൂടെ വരും. ഇത് ഓഫറിങ്ങിൻ്റെ ഭാഗമാണ്. ഇത് പ്രോമിസിലുള്ളതാണ്. ഒരു വ്യക്തി ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന പാക്കേജിൽ ഒരാളാണ് ദൈവം തന്നെ. എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യണതാണ്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. എപ്പോഴും മുമ്പേ നടക്കുക അല്ലേ? അതാണ് 10:4. ജോഷുവ 1:9 യോഹന്നാൻ 10:4 കണക്ട് ചെയ്യേണ്ടത്. എന്താണ്? നിനക്ക് വഴി കാട്ടാൻ വേണ്ടിയാണ് ദൈവം നിൻ്റെ മുമ്പേ നടക്കുന്നത്. അതേസമയം തന്നെ ഈ നന്മയും കാരുണ്യം എന്ന് പറയുന്ന വെട്ടനായ്ക്കളെ ഇടയൻ്റെ അനുചരന്മാരായിട്ട് ആടുകൾക്ക് വലം വെച്ചും ഇടം വെച്ചും ഇതിനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഈ അത് വിശ്വാസ ജീവിതം കുറിച്ച് ആഴമായ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറയുന്നത് ഒരു സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറൊരു സബ്ജക്റ്റാണ്. അച്ഛൻ പറയുന്ന ഒരു സബ്ജക്റ്റാണ്, പക്ഷേ നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറെ ഒരു സബ്ജക്റ്റാണ്. എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആർക്കത് ആഴമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുവോ അവന് മാത്രമാണ് അത് അനുഭവേദ്യമാകണത്. ഇവിടെയാണ് ഇതിൻ്റെ ഡൈക്കോട്ടമി വർക്ക് ചെയ്യണത്. വചനം സത്യമായതുകൊണ്ട് നിങ്ങൾക്കത് അനുഭവവേദ്യമാകണമെന്ന് നിർബന്ധമില്ല. വചനം സത്യമായത് നിങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ വചനം അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസെപ്റ്റിവിറ്റി നിങ്ങൾക്കുണ്ടാകണം, സ്വീകാര്യത. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. അതൊരു പ്രോബ്ലമാണ്, അത് ചികിത്സിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേരി ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. മേരി ഗ്രേസിൻ്റെ പ്രശ്നം മേരി ഗ്രേസിന് ട്രാൻസ്ഫറാണ്. അതാണ് വിഷയം. അപ്പോൾ ട്രാൻസ്ഫർ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം തന്നെ അവളുടെ സ്ഥിരപ്പെടുത്താത്ത കുറേ വർഷങ്ങൾ അവൾ ജോലി ചെയ്താണ്. 5 പൈസ വാങ്ങിക്കാതെ കയ്യിൽ നിന്ന് ശമ്പളം കയ്യിൽ നിന്ന് കാശുണ്ടാക്കി
കടം മേടിച്ചൊക്കെ ബസ്സിൽ പോയി ജോലി എടുക്കണ, വളരെ അകലെ ആലപ്പുഴയിൽ നിന്ന് കൊച്ചി വരെ പോയി ജോലിയെടുത്ത, വർഷങ്ങളായിട്ട് ജോലിയെടുത്ത, 5 പൈസ കിട്ടി, ശമ്പളമില്ല. അങ്ങനെ ഇപ്പോഴെന്താ ശമ്പളം ഇല്ലാത്തത് തന്നെയല്ല പ്രശ്നം, അതിന് വായ്പ വാങ്ങിച്ചൊക്കെയാണ് പോയി ബസ്സിന് പോയി ജോലി, ടീച്ചറായിട്ട് ജോലി നോക്കി വരുന്നത്. അങ്ങനെ 4 കൊല്ലമായി. ഇപ്പം എന്നാ പറ്റിയിരിക്കണത്, അവർക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോഴും ശമ്പളമില്ല, ട്രാൻസ്ഫർ മാത്രമാവും. അപ്പോഴവർ ഇതെന്താണ്, ജോലി കളയാനും പറ്റത്തില്ല, പക്ഷേ ജോലിക്ക് പോകാനും പറ്റത്തില്ല. ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. ജോലി കളയാനും പറ്റത്തില്ല, കളഞ്ഞാൽ പിന്നെ മേലോട്ട് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ജോലിക്ക് പോകാനും പറ്റത്തില്ല. എന്താണ്, വണ്ടിക്കാശ് പോലും ഇല്ല, ട്രിവാൻഡ്രത്ത് ദിവസം പോയി വരണേ. ഒരു പൊടിക്കുഞ്ഞുണ്ട്, അതാണ് പ്രശ്നം. പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്, അതാണ് അവളുടെ പ്രോബ്ലം. അല്ല, മനഃപൂർവ്വം പോകാതിരിക്കുകയില്ലേ. ഒരു പൊടിക്കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൊടിക്കുഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ. പിന്നെന്താ, പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആരുണ്ട് ആശ്രയം? ആരുമില്ല ആശ്രയം, അമ്മ മാത്രം ആശ്രയം. ഞാൻ അപ്പോഴാണ് ഓർത്തത്, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നിപ്പോൾ നാടപുണ്യാളെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ദീർഘനിശ്വാസം പോലെ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ചാൽ ആ വിളി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് പ്രാർത്ഥനാരൂപങ്ങൾക്ക് കഴിവില്ല. വിളിക്കാവുന്നേ ഉള്ളൂ, എത്ര പേര് വിളിക്കണം, അതാണ് പ്രശ്നം. എന്ത് ബേസിൽ നീ വിളിക്കണേ? നിൻ്റെ അതിൻ്റെ തൊള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? നീ ദൈവത്തെ വിളിക്കുന്നോ? ആ ദൈവം ആ വിളി കേൾക്കണമെന്നുള്ളതിൻ്റെ വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്? നത്തിങ്. അവിടെയാണ് പ്രോബ്ലം വേണ്ടത്. ഒരു പ്രാർത്ഥനയെ എൻജിനീയറിങ് ചെയ്ത് നോക്കണം ഓരോ കാര്യം. അതായത് നീ ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അല്ലെങ്കിൽ, പക്ഷേ ദാറ്റ്സ് ഓക്കെ. പക്ഷേ ആ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്താണ് നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ? ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ ഗ്രേസ് തന്നെ ഉണ്ടാകണമെങ്കിൽ, ഇപ്പം നിൻ്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കൃപ നിന്നോട് കാണിക്കണമെന്ന് എന്താണ് നിർബന്ധം? അല്ലേ? Ephesians 2:8 എന്താണ്? ഒരു പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? നിൻ്റെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മെറിറ്റിലില്ലാത്ത വിഷയങ്ങൾ, യോഗ്യതയില്ലാത്ത വിഷയങ്ങൾ നമുക്ക് ഗ്രേസ് വർക്കൗട്ട് ചെയ്യുമല്ലോ. പക്ഷേ ഗ്രേസിന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്? നിൻ്റെ ആ ഗ്രേസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിനക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഒന്നും വർക്കൗട്ട് ചെയ്തില്ലല്ലോ. ഇല്ല, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ സ്വരത്തിൽ കേൾക്കുന്നു, എന്താ കാര്യം? ഒരു ആംപ്ലിഫയർ ഇരിപ്പുണ്ട് അവിടെ, അതുകൊണ്ടാണ് അല്ലേ? എന്തെങ്കിലും സംഭവം നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെക്കൂലിയർ കറസ്പോണ്ടിങ് ഫോർമാറ്റുകൾ ഉണ്ടാകണം. ഗ്രേസ് വർക്കൗട്ട് ചെയ്യണം. അതിന് നിൻ്റെക്ക് അനുകൂലമായി നിൻ്റെ ഗ്രേസ് വർക്കൗട്ട് ചെയ്യുന്ന സാഹചര്യം എന്താണ്? അത് നിങ്ങൾ ഉടമ്പടിയിൽ അന്വേഷിക്കണം. ഉടമ്പടി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണതെന്ന് നോക്കണം. എങ്ങനെയാണ് അത് ലിങ്കിൻ്റെ ആകണത്? ഇപ്പോൾ ബൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആദ്യം ബാറ്ററി കൊണ്ടാണ് അത് കത്തിക്കണത് അല്ലേ? അല്ല, പെട്രോൾ കൊണ്ടല്ല കത്തിക്കണ ബൈക്ക്, അല്ല, ബാറ്ററി കൊണ്ടാണ് കത്തിക്കണേ. അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യണത്, പിന്നെയാണ് പെട്രോൾ അവസാനം ഓടണത്. ഉടമ്പടി എങ്ങനെ ലിങ്ക് ചെയ്യണത്? അതിനെങ്ങനെയാണ് നമ്മൾ കത്തിക്കണത്? അതിന് നമ്മൾ ചെയ്യണത്, ഈ ഗ്രേസ് നമുക്ക് ലഭിക്കാൻ, കൃപ നമുക്ക് ലഭിക്കാൻ കുറഞ്ഞ പക്ഷം ഒരു നിലവാരമുള്ള വിശ്വാസം കീപ്പ് ചെയ്യണം. പിടികിടിയ? ഇപ്പം മേരി ഗ്രേസ് തുമ്പോടി അവരുടെ സാക്ഷ്യം അതാണ്. അവർ അവസാന നിമിഷം വരെ അവരെ ഉടമ്പടി ചെയ്തു, അമ്മ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ പ്രായമായ മാതാപിതാക്കന്മാരും എൻ്റെ കയ്യിരിക്കുന്ന ചോര കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ കൊടുത്ത് കയറാൻ വേണ്ടി വേറെ ആൾക്കാർ നിൽക്കണേ. ഇവളാൾക്കാണെങ്കിൽ ലക്ഷം കൊടുക്കാനോ 1000 കൊടുക്കാനോ ഒന്നും ഇല്ല. ഇവളുടെ കയ്യിൽ മെറിറ്റില്ല. അതാണ് അതെല്ലാം മെറിറ്റ്. പണമെല്ലാം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. പണം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. അതില്ലല്ലോ. പിന്നെ ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. കൃപയെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് സാധാരണ ഒരു വിഷയം, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ, അത് നിങ്ങളുടെ പരീക്ഷ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള എല്ലാവിധ ഫിസിക്കാലിറ്റിയിലെ മെയിൻ്റനൻസ് വരുന്ന ഫിസിക്കൽ ഫേവേഴ്സ് ഓഫ് കോൾഡ് ദ ബ്ലെസ്സിങ്സ്,
അങ്ങനെ ദൈവാനുഗ്രഹം എന്ന് പറയണത് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മെരിറ്റിൽ വർക്കൗട്ട് ചെയ്യും, നിങ്ങളുടെ യോഗ്യതയാലല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്യണത് ഗ്രേസിലാണ്. പക്ഷേ ഗ്രേസ് എന്ന് പറയണത് നിങ്ങളുടെ കൃപ. ഈ കൃപയിൽ വർക്കൗട്ട് ചെയ്യാൻ കൃപ വേണ്ടേ? ഇല്ലേ? കൃപ വേണമല്ലോ. ഈ കൃപ ലഭിക്കാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നിക്ഷേപം വേണം. ഈ കൃപ ലഭിക്കാൻ വേണ്ടിയുള്ള നിക്ഷേപത്തിൽ ഉടമ്പടി കുറേ അധികം എക്സർസൈസുകളുണ്ട് ഉടമ്പടിയിൽ. നിങ്ങളുടെ കൃപാ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ, ബേസിക്കായിട്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ കൽപ്പന എന്ന് പറയണതിൻ്റെ അത് കുറേ ഉണ്ട്. എന്തൊക്കെയാണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിനക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. സോ ഇതെല്ലാം ഗ്രേസ് ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സർസൈസുകളാണ്. അപ്പം നിങ്ങൾ പത്രമൊക്കെ വാങ്ങിച്ച് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്താണ് സംഭവിക്കണമെന്ന്. കാര്യം എന്താണ്? ഒരു രോഗിക്ക് നമ്മളൊരു വസ്ത്രം കൊടുക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് ഒരു പത്രം വാങ്ങിച്ച് കൊടുക്കണം. എന്താ കാര്യത്തിൽ രണ്ടും രണ്ടാണ്. ഒന്ന് ഈശോനെ കൊടുക്കുകയാണ്, മറ്റത് ഈശോയുടെ വാക്ക് പ്രകാരം നമ്മളെ കൃപ ആർജിക്കാൻ വേണ്ടി ഒരു കൃപാവര പ്രവൃത്തി ചെയ്യണം. മറ്റത് പ്രേക്ഷിത പ്രവർത്തനമാണ്. പത്രം കൊടുക്കുന്നത് എന്താണ്? കൃപാവര പ്രവർത്തനമല്ല, എന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താണ്? അത് വിശ്വാസം കൊടുക്കുകയാണ് ആൾക്കാർക്ക്. വസ്ത്രം കൊടുക്കുന്നതും വിശ്വാസം കൊടുക്കുന്നതും തമ്മിൽ, വിശ്വാസം കൊടുത്താൽ അവർക്ക് തന്നെത്താൻ വസ്ത്രം ഉണ്ടാക്കാൻ പറ്റും, വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ്? മേരി ഗ്രേസിന് വീണ്ടും വിളിപ്പിക്കുക വരും ഓഫീസിലോട്ട്. എന്നിട്ട് പറയും, മാഡം പ്രിൻസിപ്പൾ പറയും, നീ വേണ്ടത്തെ പോകണം, ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്ന് പറയും. അപ്പോൾ ഇവൾ ചിന്തിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അമ്മ ഇതിൻ്റെ ഇടപെട്ടില്ലായിരിക്കുമോ, ഞാൻ പോകേണ്ടി വരുമോ, പോയേക്കാം അല്ലേ, കഷ്ടപ്പാടായിരിക്കുമല്ലോ എന്നല്ല ചിന്തിച്ചത്. മറിച്ച് മേരി ഗ്രേസ് ചിന്തിച്ചത് എന്താണ്? നോ, ഇവരിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നില്ലേ ഞാൻ ട്രിവാൻഡ്രത്ത് പോകണമെന്ന്. അവസാനം ഇവരെന്നോട് പറയും, മാതാവ് ഇവരെ കൊണ്ട് പറയിപ്പിക്കും, നീ ട്രിവാൻഡ്രത്ത് പോകണ്ടെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയണത്. മനസ്സിലായേ? ഇവിടെയാണ് ചില ആൾക്കാർ ബാലി കയറാൻ മറിയെന്ന് പറയുന്ന ഇതാണ്. ഇപ്പം ഇവർ അവസാന നിമിഷം വരെ ആ വിഷയം മോശമായിട്ട് തന്നെയാണ് നീങ്ങണത്, ഇല്ലേ? ആ വിഷയം അവസാനം വരെ എതിരായിട്ടാണ് നീങ്ങണത്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ ജപ്തി ഇപ്പം നടക്കും എന്നൊക്കെ പറഞ്ഞ് കയറി. അപ്പം ഇങ്ങനെ അവസാന നിമിഷം വരെ നമ്മൾ വച്ചിരിക്കുന്ന വിഷയം നമുക്ക് എതിരായിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നല്ല ഞാൻ പറയണത്, നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് വേറെ ഒരു തരം വിശ്വാസമാണ്, അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. നിങ്ങൾ പറയണം, കർത്താവേ, ഈ വിഷയം ഏത് പ്രതികൂല കാലാവസ്ഥയിലേക്ക് പോയാലും അവിടെയെല്ലാം സർവൈവ് ചെയ്യാൻ ആവശ്യമായ ഫെയ്ത്ത്, സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയും. സക്കോൾഡ് അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയണത് നമ്മൾ സെൻറ്റ് പീറ്ററൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. എന്താണത്? അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ഇപ്പം 1 പത്രോസല്ലേ അല്ലേ? 1 പത്രോസ് 1:7 ഒന്ന് പറഞ്ഞ അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. അപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഈ വിലയുള്ള വിശ്വാസത്തിന് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായ? നമുക്കുള്ളത് സാധാരണ വിശ്വാസമാണ് ഉള്ളത്. ഒരു വല്ല 18 ക്യാരറ്റോ ഒക്കെ ഇരിക്കും. 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചെമ്പ് കുറയുകയും സ്വർണം കൂടുകയും തങ്കമായി മാറുകയും ചെയ്യും. തങ്കപ്പെട്ട വിശ്വാസം എന്ന് പറയത്തില്ലേ, അതാണ് സാധനം. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. കാര്യം ചില ആൾക്കാർ അഗ്നി പരീക്ഷകളിലൂടെ പോയാലും വിശ്വാസം ഇതിൻ്റെ അകത്ത് കത്തിച്ചാമ്പരായി പോകത്തില്ല. അഗ്നി പരീക്ഷകളെ എന്താ കാര്യം എന്നാൽ ദൈവം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വിശ്വാസിയുടെ ഒരു അതർ എൻഡിൽ നിൽക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ഈ വിശ്വാസം അഗ്നി പരീക്ഷയെ അതിജീവിച്ച് കഴിയുമ്പോൾ അത് പക്ക ഉടമ്പടിയുടെ ഫലം ചെയ്യും. അതാണ് വിഷയം. ഈ വിശ്വാസം ഇത് ടെക്നിക്കലായിട്ട് സംസാരിക്കുക.
നിൻ്റെ വിശ്വാസം അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ആ വിശ്വാസം ഉടമ്പടിയുടെ ഫലം ചെയ്യും. എന്താ കാര്യം? സർവൈവ്ഡ് ഫെയ്ത്ത് ആവും. ദാറ്റ് ഈസ് ഫിഡലിറ്റി. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തത. അതാണ് വിഷയം. ഇപ്പോൾ ഇവരുടെ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ്? മേരി ഗ്രേസ് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറയുമ്പോഴും ഇല്ല, അമ്മ എനിക്ക് ഇവിടെ തന്നെ തരും എന്ന് വിശ്വസിക്കുകയാണ്. അതായത് കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ രോഗത്തെക്കുറിച്ചൊക്കെ ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ജപ്തി നടപടി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ നെഞ്ചത്തിലടിക്കുകയും തലകുത്തി മറിയുകയും പ്രാർത്ഥന കുറയ്ക്കുകയും, അല്ലെങ്കിൽ ചില ആൾക്കാർ സ്മോൾ അടിച്ച് കറങ്ങി കിടക്കുകയും, ചില ആൾക്കാർ തന്നെത്താൻ പ്രാകുകയും, അല്ലെങ്കിൽ തൻ്റെ പരാജയമോ ജാള്യതയോ മറച്ചു വെക്കാൻ വേണ്ടി കുറേ ഇൻഡാസുകൾ വേറെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. ഈ തവള വീഴുന്നുകൊണ്ട് ചുമ്മാ പത ഉണ്ടാക്കണ പോലെ ആ പതയുടെ കത്ത് കയറി തവള ഒളിച്ചു ഇരിക്കും വർഷകാലത്ത്. ഇതുപോലെ ഗിമിക്കുകളുണ്ടെന്നും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ട്രൈറ്റ് ഫോർവേഡ് ഈ കാര്യത്തിൽ സിൻസിയർ ആൻഡ് സീരിയസ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പകരം വേറെ ഗിമിക്കുകൾക്കൊന്നും സ്ഥാനമില്ല. നീ പറഞ്ഞ കർത്താവേ എനിക്ക് ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ, ഒന്ന് പറഞ്ഞേ, കർത്താവേ എനിക്ക് ഈ സാഹചര്യം കടന്നു പോകാൻ പറ്റുന്ന പരുവത്തിലുള്ള അതിജീവിത വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം എന്താ അച്ഛൻ പറഞ്ഞത്? അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് ബേസിക്കലി കവനന്റിൻ്റെ ഫലം ചെയ്യണ കാര്യം എന്താണ്? ഉടമ്പടിയുടെ അത് വിശ്വസ്തതയായത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയണത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു പരാജയം നടന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഈശോ ഒരിക്കലും തോക്കത്തില്ലല്ല. എന്താ തോക്കാത്തത്? ഈശോ തോക്കത്തില്ല. അറ്റനിക്കോസ് യൂദാസിൻ്റെ അടുത്ത് തോറ്റില്ല, പിലാത്തോസിൻ്റെ അടുത്ത് തോറ്റില്ല, ദൈവപിതാവിൻ്റെ അടുത്തും തോറ്റില്ല. എന്താ കാര്യം? അവസാന നിമിഷം വരെ ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പോകുന്നത്. പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈശോ തോറ്റില്ല. പിതാവിൻ്റെ മനസ്സ് നിറവേറ്റാൻ വേണ്ടി ഈശോ തോറ്റു കൊടുക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? പിതാവ് ജയിക്കുകയാണ് ചെയ്യണത്. ദൈവവേദന എപ്പോഴും സംഭവിക്കണത് ഈ വിശ്വാസത്തിൻ്റെ യുദ്ധത്തിൽ നീ തോറ്റാലും നിൻ്റെ ദൈവം ജയിച്ചിരിക്കണം. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനം. അത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ, ദൈവവചനത്തിന് വിലങ്ങില്ല. എന്ന് പറഞ്ഞ ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ ദൈവവചനത്തിന് വിലങ്ങുകളില്ല. ദൈവവചനത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്നാണ്. അതെപ്പോഴായാലും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഞാൻ പറയും, പ്രഥമ ദൃഷ്ടിയാ നിനക്കിങ്ങനെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു, നിൻ്റെ വിസ വന്നില്ല, അത് വിത്തുകളുണ്ടായിപ്പോയി, നിൻ്റെ കൂട്ടുകാരൊക്കെ കയറിപ്പോയി, നിൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ജപ്തി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? ജപ്തിയായി കഴിഞ്ഞാൽ ഈ സ്ഥലം തന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിൻ്റെ വീട് സ്ഥലം ജപ്തിയായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അച്ഛാ ജപ്തിയായിപ്പോയി അച്ഛാ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഈ സ്ഥലവും തന്ന ആൾ ഉണ്ടാ എന്ന് ചോദിക്കൂ. ഇപ്പോഴും അയ്യോ അയാളൊക്കെ മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു അയാൾ മരിച്ചിട്ടില്ല. നിനക്ക് സ്ഥലം തന്ന ആരാണ്? ദൈവം അല്ലേ? അതാണ് സംഭവം, അതാണ് വിഷയം. നിനക്ക് ആ സ്ഥലം തന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള സാക്ഷിയാണ്, മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോഴും എന്താ? ആ മകനെ കൊടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും. ആരാണ്? ദൈവം. അവർ പറഞ്ഞു നീ ഒന്നുകൂടി പ്രസവിച്ചോളാൻ പറഞ്ഞ്. മറ്റത് ഒരു കാഴ്ചയായിട്ട് ഏറ്റെടുത്ത് ദൈവം. അവർക്ക് വിശ്വാസമുണ്ട്. മകൻ്റെ മരണത്തെ കാഴ്ചയാക്കണമെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസം ഉണ്ടാകണം. അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തവരും കാലം മകൻ്റെ മരണം ദുർമരണമാണ്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കളുടെ മരണം ദുർമരണമാണ്. ദുർമരണമാകണം എങ്ങനെയാണ്? അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസമില്ല. അവരുടെ മകൻ വണ്ടി ഇടിച്ചാണ് മരിച്ചത്, 21 വയസ്സുള്ള മകൻ. പക്ഷെ അത് ദുർമരണമല്ല. എന്താ കാര്യം? അവിടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾ മരിക്കുമ്പോൾ അത് ദുർമരണമായി പോകും. കാര്യം എന്താണ്? അത് കാഴ്ചയായി ദൈവം സ്വീകരിക്കണില്ല.
വിശ്വാസമുള്ളവൻ്റെ സകല ബലി ദൈവം കാഴ്ചയായി സ്വീകരിക്കും. അപ്പം എന്ത് വരണമാണത്? അതിലൂടെ കൃപയാനം കിട്ടണത്. ഇത് തിരിച്ച് മനസ്സിലാക്കണം നമ്മൾ. ആ ചേട്ടത്തി ഒരു മകൻ മരിച്ചിട്ടും 1 മണിക്കൂർ രാത്രി 1 മണി രാത്രി വരെയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടി. അങ്ങനെ മകൻ മരിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. വേറെ അവരെ കുർബാനക്കും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല. എന്താ കാര്യം? എന്താ പ്രശ്നം? അത് എൻ്റെ അനിയൻ മരിച്ച കാരണം എൻ്റെ ആങ്ങള ഇപ്പം ദൈവവിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന സച്ചവേ. എൻ്റെ അനുജൻ മരിച്ച കാരണം എൻ്റെ ചേട്ട പെണ്ണാണ് വന്ന് സംസാരിക്കണം. എൻ്റെ അനുജൻ ആങ്ങളെയാണ്. കുഞ്ഞാങ്ങള മരിച്ചത് കാരണം എൻ്റെ ചേട്ടന് ഇപ്പം വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെയാണ് ഞാൻ അവളോട് പറഞ്ഞത്, അല്ല ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ നെഗറ്റീവ് എപ്പോഴും പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനെ ആക്കി പറയണതല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസമുള്ളവൻ അത് സുരഭില ബലിയായി ദൈവത്തിനു സമർപ്പിച്ചു. എന്താ കാര്യം? നമുക്ക് മുമ്പേ പോയവൻ നമ്മുടെ മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അത് സുരഭില യാഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്ത്? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവൻ്റെ നാമം കേൾക്കുന്ന മാത്രമേ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കേണ്ടിയിരിക്കും. ദൈവമൈതലേ, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ താഴ്ത്തുമ്പോൾ താഴ്ചയെ നീ മനസ്സിലാക്കണത് പരിശുദ്ധാത്മാവിനല്ലെങ്കിൽ പിന്നെ നീ ക്രിസ്ത്യാനിയെ തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഫിലിപ്പിയൻസിൻ്റെ 4:6 അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അങ്ങനെ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് പോണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു അവസാന നിമിഷം ഇവർ പറയും, വേണ്ട മേരി ഗ്രേസ് പോകത്തില്ല എന്നൊന്നും ഇവൾ പറയത്തില്ല. ഇവൾ വെറുതെ ഇരിക്കുകയുള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട്. കാര്യം എന്താ? അമ്മയുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ തീരുമാനം വരും, അതുവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ പറയും, നീ പോകണ്ട, നീ ആലപ്പുഴ തന്നെ പോയാൽ മതി എന്ന് പറയും. ഒരു വിഷയം കണ്ട അവസാനം വരെ നിൽക്കുകയാണ്. പരീക്ഷണങ്ങളെ അതിജീവിക്കുകയാണ് ശരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സംസാരമില്ല. മേരി ഗ്രേസ് സംസാരിക്കണില്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ ഒരു സാക്ഷ്യം. ഉടമ്പടിയുടെ ഒരു സാക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷ്യം ധ്യാനിക്കാൻ ബൈബിൾ പറയും. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ട് സാക്ഷ്യം ധ്യാനിക്കണമെന്ന്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ.